ഹായ് ഗായ്സ്, I'm ലാറൂസ്. അപ്പം നമ്മൾ ഇന്ന് ഡൽഹി വന്നിട്ട് 3 ദിവസമായി. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്ഥലത്ത്, നമ്മളൊരു സ്ഥലം വരെ പോവാണ്. അപ്പം വീഡിയോയിൽ താഴെ നിങ്ങൾ കമൻറ്റ് ഗസ് ചെയ്യണം ഏത് സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ വരുന്ന വഴി ഞാൻ പറയാം. ഓക്കെ, വഴിയിൽ വരുന്ന വഴിക്ക് ഒരു അടിപൊളി ബ്രിഡ്ജ് ഉണ്ട്. ജസ്റ്റ് നല്ല രസമുള്ളൊരു ബ്രിഡ്ജാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാവേ. നമ്മൾ ആ ഹൈവേയിൽ തന്നെയാണ്, എല്ലാവരും പല്ല് തേക്കുന്ന പരിപാടിയിലാണ്. ഞാൻ നല്ല വീഡിയോ എടുക്കുവാണ്, സിമുലേറ്റ് വീഡിയോ എടുക്കുവാണ്. ഓക്കെ, ബൈ. ഇപ്പം നമ്മൾ ഹിമാചൽ പ്രദേശിൻ്റെ കറക്റ്റ് സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു ആർച്ചൊക്കെ ഉണ്ട്, വേറെ ഒരു എൻട്രിയുടെ സംഭവമുണ്ട്. അതിനാ വണ്ടിക്ക് അപ്പം നമ്മളിപ്പോൾ ഹിമാചലിലോട്ട് കയറാൻ പോവാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ആ ആർച്ചൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളത് എടുക്കുകയാണ്. ഓക്കെ, ബാക്കി നമുക്ക് ടണലിൽ കയറിയിടുക. നമ്മൾ ഹിമാചൽ പ്രദേശിൻ്റെ എൻട്രിയിലോട്ട് കയറുവാണ്. അപ്പം എൻട്രി ചെയ്തു നമ്മൾ ഹിമാചൽ പ്രദേശിലേക്ക് നമ്മൾ കയറി. ഇപ്പം നമ്മൾ ഹിമാചലിലാണ് പോകുന്നത്. ഹിമാചലിൽ കയറിയപ്പം അതിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള എന്തൊരു സംഭവം കണ്ടപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുക്കുവാണ്. അടിപൊളിയാണ്. ഇവരുടെ എന്തോ ഒരു ട്രഡീഷണൽ ഡാൻസ് ഫോമിനെ പറ്റിയോ ഇവരുടെ പഴയ മോഡൽ ഐറ്റംസിൻ്റെ ട്രഡീഷണൽ രീതിയെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. ഓക്കെ, ഹിമാചലിൽ കയറുമ്പോൾ ഉള്ള ആദ്യത്തെ ടണലാണിത്. ടണൽ നമ്പർ 1ലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ടണലിനകത്താണ്. ഇപ്പോൾ ഉള്ളത് ഹിമാചലിലെ ഒരു മലനിരയുടെ അടുത്താണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് കണ്ടപ്പോൾ അതിൻ്റെ അടുത്തോട്ടൊന്ന് നമ്മൾ ഇറങ്ങിയതാണ്. അടിപൊളിയായിട്ടുണ്ട്. ഒരു നല്ല ഹിമാചലിൽ കയറിയതിൻ്റെതായ ഒരു ഫീലുണ്ട്. ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ആ ഡൽഹിയിലെ ചൂട് മാറി ഇപ്പോൾ ഇവിടുത്തെ നല്ല തണുപ്പ് നമുക്ക് അനുഭവിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, നല്ല വൈബാണ്. നമ്മളിപ്പം ഹിമാചലിൽ കയറിയിട്ടുണ്ട്. അപ്പം നല്ല തിരക്കുള്ള റോഡാണ് ഇവിടെ ഫുള്ള്. അപ്പം ഇപ്പം നല്ല തിരക്കുള്ള റോഡായതുകൊണ്ട്, ഹൈവേ ആയതുകൊണ്ട് ഒത്തിരി തിരക്കുള്ള വഴിയാണ്. നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി കയറുവാണ്. നല്ല അടിപൊളി രസമാണ് കാണാൻ. ഇവിടെ എല്ലാം നല്ല മലനിരകളും. ശ്യാംചേട്ടൻ്റെ സിബ്ലാൻഡി അവിടെ അടുത്ത വീഡിയോ എടുക്കുന്നുണ്ട്, അമ്മ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം നല്ല രസമാണ് കേട്ടോ കാണാൻ, അടിപൊളി. നമ്മളൊരു കോഫി ഷോപ്പിലോട്ട് കയറുവാണ്. കോഫി മേടിക്കാനായിട്ട് നമ്മൾ കയറുക കേട്ടോ. ഇങ്ങനൊരു കടയിലാണ് നമ്മൾ കയറുന്നത്. ഓക്കെ, അപ്പം കോഫി മേടിച്ച് ഞാനും ശ്യാംചേട്ടന് മാത്രമേ വന്നിട്ടുള്ളൂ. അവർക്കൊക്കെയുള്ള കോഫി നമ്മൾ മേടിച്ച് കൊടുക്കണം. ഓക്കെ, വീഡിയോ എടുക്കുക. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അടിപൊളി ഒരു ടോയ്ക്കട. ആ പട്ടിയൊക്കെ കാണാൻ നല്ല ഒറിജിനൽ പട്ടി പോലെയാണ്. അടിപൊളിയാണ്. നല്ല സൂപ്പർ ഒരു സോഫ്റ്റ് ടോയുടെ കടയാണ്. അയ്യോ, വലിയ ടോയ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ അത്രയും വലിയ ടോയ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഹിമാചലിൽ കയറി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നല്ല ഒരു വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഈ വെള്ളം ഒഴുകുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഇവിടുത്തെ. അടിപൊളിയാണ്, നല്ല രസമുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. ഓക്കെ, അപ്പം ബാക്കി ഫോട്ടോയൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. നല്ല രസമുള്ളൊരു വ്യൂ പോയിൻ്റാണ്. വ്യൂ പോയിൻ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഹിമാചലിലുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, അപ്പം
ഇത് നല്ല രസമുണ്ട് കാണാൻ, അതുകൊണ്ട് നിങ്ങളെ കാണിച്ചാണ്. അടിപൊളിയാണ്. നമ്മളിപ്പോൾ റോഡ് ട്രിപ്പ് നടത്തുവാണ്. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലൂടെയാണ്. ഇവിടെ കാൽവിൻ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഫ്രണ്ട് മാപ്പ് ഇട്ടിട്ടുണ്ട്. നല്ല ഇവിടെ കുറേ സീനറി ഒക്കെ ഉണ്ട്. അമ്മയും എല്ലാവരും ഇരിപ്പുണ്ട്. ഷാലറ്റ് ഇവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. കാൽവിൻ വീണ്ടും ഒളിഞ്ഞു നോക്കുന്നുണ്ട്. സിംപ്ലി ചേച്ചി ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ ബൈ. ഇപ്പം നമ്മൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് മണാലിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒത്തിരി മലകളും ബാക്കിലും ഫുൾ മലകളാണ്. അപ്പം നല്ല രസമാണ് കാണാൻ. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ചെറിയ തണുപ്പൊക്കെ ഉള്ളൂ. ഡൽഹിയിൽ വെച്ച് കമ്പയർ നോക്കുമ്പം ചൂട് കുറവുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഡൽഹി ടു മണാലി. നമ്മളിപ്പോൾ ഹിമാചൽ പ്രദേശ് കഴിഞ്ഞ് ഇവിടെ വന്നപ്പം ഇവിടെ ഒരു ലാൻഡ്സ്ലൈഡൊക്കെ ഉണ്ടായ ഒരു വെള്ളമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വെള്ളം ഉള്ളിടത്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ എന്തോ വെള്ളം കുടിക്കാൻ സാമങ്ങൾ പോയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഇറങ്ങിയപ്പോൾ അങ്ങ് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ കുറച്ച് സീനൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ള സീൻ നിങ്ങളെ കാണിക്കും. നമ്മളിപ്പം ഹിമാചൽ ആയിട്ടുണ്ട്. നമ്മളെവിടെ ശ്യാമങ്ങളെ? നമ്മളിപ്പം മണാലി അടുക്കാറായപ്പോൾ ഇവിടെ എല്ലാം കുല്ലു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒത്തിരി സ്നോ മൗണ്ടൻസ് ഉണ്ട്. അടിപൊളിയാണ് കാണാൻ. നല്ല വീഡിയോ നിങ്ങൾക്ക് എത്ര ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കാണാൻ നല്ല രസമാണ്. നമ്മളിപ്പോൾ ഒരിടത്ത് ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പം നമ്മുടെ സ്നോ മൗണ്ടൻസ് നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല അടുത്താണ്. ഇപ്പം ഞാൻ ഇച്ചിരി സൂം ഇട്ടാണ് എടുക്കുന്നത്. നമുക്ക് കാണാവേ, അടിപൊളിയാണ്, നല്ല രസമുണ്ട്. നമ്മൾ പോവാണ്. നമ്മൾ ഔട്ടിങ്ങിന് പോവാണ്. ജസ്റ്റ് നടന്നാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ അവരുടെ ആപ്പിളിൻ്റെയും പ്ലമ്മിൻ്റെയും ഒക്കെ തോട്ടത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഗ്രീനറിയാണേ, അടിപൊളിയാണ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ പോകുന്നുണ്ട്, ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി പോകുന്നുണ്ട്, പിന്നെ ഒരു ടെമ്പിളിൽ പോകുന്നുണ്ട്. എല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ വരിക കാണിക്കാം. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. നിങ്ങൾ ഇനിയും മണാലി കുളുവിലൊക്കെ വരുമ്പം ഈ വൻതാര എന്ന് പറഞ്ഞ ഈ റിസോർട്ടിൽ വരണം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അത്യാവശ്യം റേറ്റ് കുറവാണ്. ബട്ട് ആ റേറ്റിനുള്ളതുണ്ട്. ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും ആ റേറ്റിനുള്ളതുണ്ട് സംഭവം. നല്ല രസമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇൻക്ലൂഡഡ് ആണേ. അപ്പം നല്ല രസമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. ഷാലറ്റും അമ്മയും ശ്യാംജാൻ്റെ സിംപ്ലൻ്റ് ചെയ്തിട്ട് ആപ്പിളോ ഫ്ലമ്മോ കണ്ടിട്ട് അത് കാണാൻ പോയി. ഇവിടെ ഏതാണ്ട് മരമൊക്കെ ഉണ്ട്, ഒത്തിരി മരമുണ്ട്. അമ്മ ഇവിടെ നടന്നു പോകുന്നുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ ഇരിപ്പുണ്ട്. അതെ, ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഓക്കെ, നമ്മളിപ്പം മോൾ റോഡിലാണ് ഉള്ളത്. ഇവിടെ നല്ല തിരക്കാണ്. നമ്മളപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. തിരിച്ച് പരിപാടി നമ്മൾ മൊണാസ്ട്രി ഉണ്ട് ഇവിടെ, ആ മൊണാസ്ട്രിയിലോട്ട് പോവാണ്. ഓക്കെ, നമ്മൾ ആ മൊണാസ്ട്രിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നതുകൊണ്ട് നല്ല റഷുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പയ്യെ പൊക്കോണ്ടിരിക്കുകയാണ്. കാൽവിൻ എൻ്റെ അടുത്തുണ്ട്. ഇതാണ് ആ മൊണാസ്ട്രി. നമ്മളപ്പോൾ മൊണാസ്ട്രിയിലോടെ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാം. ഇത് നമ്മളിവിടെ യാക്കിന്റെ റൈഡൊക്കെ പോകുന്ന സ്ഥലമാണ്. ഇത് കണ്ടോ, യാക്കൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നമുക്കൊക്കെ കാണാം ഇവിടെ യാക്ക്. ഇത് കണ്ടോ, ഇവിടെ യാക്കുണ്ട്. അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട്. അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ യാക്ക് ഒത്തിരി ഉണ്ട്. യാക്കിന്റെ റൈഡ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ തിരിച്ചു വരുമ്പോ ഇവിടെ അടിപൊളിയായിട്ട്
നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നത് അടിപൊളിയാണ്, നല്ല രസമാണ്, വഴിയാണ്. ഇവിടെ ഒത്തിരി കാറുണ്ട്. ജിമ്മിയാണ് ഏറ്റവും കൂടുതൽ. നല്ല രസമുണ്ട് കേട്ടോ വഴി കാണാൻ, സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല റോഡാണ്. നമ്മളിവിടെ നല്ല രസമുള്ള ഒരു വളവിലാണ് കേട്ടോ. ഈ വളവില് നമ്മുടെ സ്നോ മൗണ്ടൻ ഒക്കെ കാണാവുന്ന പോലെ അടിപൊളിയാണ്, നല്ല രസമുണ്ട് ഇവിടെ എല്ലാം കാണാൻ. ഇവിടെ എല്ലാം മൗണ്ടൻ ആണ്, ഐസ് മൗണ്ടൻ ആണ്, സ്നോ മൗണ്ടൻ. അപ്പോൾ ഇവിടെ എല്ലാം ഇവിടെ കുതിരയുടെ യാക്കിന്റെ റൈഡുണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, ഒത്തിരി സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഇതുവഴി വരുന്നത്, അതുകൊണ്ട് യാക്കുണ്ട്. യാക്കുണ്ട്. പാരാഗ്ലൈഡിങ് ഇവിടെ കുറേ പേര് ചെയ്യുന്നുണ്ട്. ഇൻഫിനിറ്റി സ്വിങ് ഉണ്ട്. അതൊക്കെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇവിടെ ഒത്തിരി റൈഡ്സ് ഉള്ള സ്ഥലമാണ് കേട്ടോ. റോപ്പ് വേ നല്ല രസം. അതെ, ഇവിടെ പാരാഗ്ലൈഡിങ് ചെയ്ത ആൾക്കാർ താഴെ ഇറങ്ങിയിരിക്കുന്നു. കണ്ടോ, നല്ല രസമുണ്ട്. കേബിൾ കാറ്, ഒത്തിരി സാധനങ്ങൾ, അടിപൊളി. റോപ്പ് വേ ഉണ്ട്, ഐസ് സ്കേറ്റിംഗ് ഉണ്ട്, ഒത്തിരി സാധനങ്ങളുണ്ട്. നമ്മളെല്ലാം വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. നല്ല രസം. ഇവിടെയൊക്കെ പാറയാണ് കേട്ടോ. ചീമണ മാറി കഴിയുമ്പോൾ നല്ല സ്ഥലം എത്തുമായിരിക്കും. അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും. എത്രത്തോളം അടുത്ത് പോകാൻ പറ്റുമോ അത്രത്തോളം അടുത്ത് പോകാനാണ് നമ്മുടെ പ്ലാന്. എത്രത്തോളം വണ്ടി പോവാ അത്ര. നമ്മളിപ്പം അടൽ ടണൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടുണ്ട്. ഇവിടെ ഒത്തിരി ആൾക്കാർ ഇറങ്ങി നിൽപ്പുണ്ട്, കാരണം വീഡിയോസ് എടുക്കാൻ നല്ല സ്ഥലമാണ്. പിന്നെ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്നോ മൗണ്ടൻ ഉണ്ട്. കുറേ ആൾക്കാരിങ്ങനെ ഇവിടെ നിൽപ്പുണ്ട്. അടൽ ടണൽ റോത്താങ്കിലാണ് നമ്മളിപ്പം. വലിയ ടണലാണെന്നാണ് തോന്നുന്നത്. നല്ല സ്നോ ഉണ്ട് ഇവിടെ, നല്ല തണുത്ത കാറ്റുണ്ട്. ആ സ്നോ എന്നുള്ള കാറ്റായിരിക്കും. നല്ല സ്നോ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ അടൽ ടണലായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല എക്കോ ആയതിനകത്ത്, എക്കോ ഒക്കെ കേൾക്കാം. വലിയ ടണലാണ്. ഈ ടണലിനകത്ത് വരെ നല്ല തണുത്ത കാറ്റുണ്ടെന്നുള്ളതാണ്. ഇതിനകത്ത് വരെ നല്ല തണുത്ത കാറ്റാ. അതെ, നല്ല പോലെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രസമാണ് ഇങ്ങനെ ഈ ടണലിനകത്തോടൊക്കെ പോകുമ്പോൾ. ഇപ്പോൾ ക്ലാസ് പൊക്കി നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് നല്ല വലിയ ടണലാണെന്നാ തോന്നുന്നു. ഓക്കെ, നമ്മളിവിടെ നല്ല രസമുള്ള ഗ്രീനറി ഉള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ മറ്റേ കൊടൈക്കനാലൊക്കെ പോലെയുള്ള സംഭവമാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ ഉണ്ട്. നേരെ കണ്ട മൗണ്ടൻ, സ്നോ മൗണ്ടൻ ഇച്ചിരി അടുത്തടുത്തായി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ടണലിൽ കയറുവാണ്. ഒരു ടണലിൽ കയറി. അയ്യമ്മേ, ഇത് മറ്റേ ഓപ്പൺ ടണല, ഇച്ചിരി ഓപ്പൺ ആയിട്ടുള്ള ടണൽ, ചെറിയ ടണലാണ്. ഒരു 100 മീറ്ററിൻ്റെ ടണലാണ്, കുഞ്ഞു ടണൽ. വരുന്ന വഴിക്ക് നമ്മൾ ഒത്തിരി വലിയ ടണലുകളും കണ്ടായിരുന്നു. നല്ല പോലെ നടന്നിപ്പോ ഒത്തിരി നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ എല്ലാം. ഇവിടെ സ്നോ ഇല്ല, പക്ഷെ ഇവിടെ സ്നോ ഇല്ല, പകരം ഗ്രീനറിയാ. സീസണിലുണ്ട്. ഇപ്പം നമ്മൾ വന്നേക്കുന്നത് സമ്മർ സീസണിലല്ലേ വന്നേക്കുന്നത്. അപ്പം സ്നോ കുറവാണ്. എന്നാലും നമ്മൾ സ്നോ ഉള്ളിടത്തോട്ട് പോകാനാണ് നോക്കുന്നത്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഫുള്ള് നല്ല ഗ്രീൻ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഇതെല്ലാം.
നല്ല കളർ കോമ്പോ. ഇവിടെ എല്ലാം രണ്ട് സൈഡിലും അവിടെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഈ സ്നോ ഉരുകി വരുന്ന വെള്ളം ചാടുന്ന അമ്മയുടെ സൈഡില് അതിന്റെ ഇടയ്ക്കൂടെ ഒരു നീരറും നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ വഴിക്കോടി ഇങ്ങനെ അങ്ങ് പോവാ. അടിപൊളി സ്ഥലങ്ങളുണ്ട്. അതെ, അവിടെ വെള്ളം നമ്മൾ ആ വഴി ആ റൂട്ടിലാണ് പോകണമെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ഇങ്ങനെ സ്നോ നമ്മുടെ അടുത്തടുത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് 4x4 വണ്ടികൾ ഒത്തിരി ഉണ്ട്. നമ്മളെ വണ്ടിയുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അതിനിടയിൽ കൂടെ സ്നോ ഇങ്ങനെ ഉരുകി വീഴുന്നുണ്ട്. നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. സൂപ്പറാട്ടോ, നല്ല രസമുണ്ട്. ഇല്ല എടുത്തോണ്ടില്ല. ഇത്തവണ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. നീളം 9 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നല്ല രസമാട്ടോ. ഇങ്ങനെ ഇവിടെ എല്ലാം